മലയാള സിനിമ കടത്തിന്മേല് കടത്തിലേക്ക് കോപ്പ് കുത്തുകയാണ് എന്നാ പറയുന്നത്. അന്ന താരങ്ങളാണെങ്കിൽ പൈസ മേലേക്ക് കയറ്റിക്കൊണ്ടേയിരിക്കുന്നു. എന്നാ ഇത് കൊടുക്കാൻ ആളും ഉണ്ട്. ഈ കടത്തിന്മേലെ കടം വരുമ്പോൾ എങ്ങനെയാ ഈ പൈസ കൂട്ടുമ്പോൾ കൊടുക്കുന്നത്? മലയാള സിനിമ കൂടുതലും ഡിപ്പെൻസ് അപ്പോൺ നായകനാണ്. എന്നാൽ മലയാള സിനിമയ്ക്ക് നായികമാർക്കും വിലയുണ്ട്. ഇന്ത്യൻ സിനിമയിലെ നായികമാർക്ക് നല്ല ബഡ്ജറ്റ് ഇപ്പോൾ ഉണ്ടാവാറുണ്ട്, പണ്ടത്തെ പോലെയല്ല. അതിൽ ടോപ്പിൽ നിൽക്കുന്ന 10 നായികമാര് എന്ന് വെച്ചാൽ പൈസ വാങ്ങുന്നതിൽ അതിൽ ആദ്യത്തെ ടോപ്പ് 10 ആദ്യത്തെ 10ാമത്തേൽ നിൽക്കുന്നത് കല്യാണി പ്രിയദർശനാണ്. 35 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് കല്യാണി പ്രിയദർശൻ ഫീസായിട്ട് വാങ്ങുന്നത്. റീസെൻ്റ് ആയിട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർത്ത് ഉണ്ടാക്കിയ ഒരു നായിക കൂടിയാണ് കല്യാണി പ്രിയദർശൻ. അച്ഛൻ എന്തായാലും ഒരു ലെജൻഡറി ആയതും കൊണ്ട് ഒരു ഇൻട്രൊഡക്ഷന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെക്കാട്ടിലും മുമ്പ് സിനിമയിലെ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് കല്യാണി പ്രിയദർശൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടാവണ ആർട്ടും ആർട്ട് അസിസ്റ്റൻസിനുമാണ്. അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കല്യാണി പ്രിയദർശൻ്റെ ആസ്തി പറയണത് 4 മുതൽ 5 കോടി രൂപ വരെയാണ്. 9ാം സ്ഥാനത്ത് നിൽക്കുന്ന മമത മോഹൻദാസാണ്. 17 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെയാണ് ഫീസ് വാങ്ങുന്നത്. 8ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രിയാമണിയാണ്. 40 ലക്ഷം മുതൽ 1 കോടി രൂപയാണ് പ്രിയാമണി ഫീസായിട്ട് വാങ്ങുന്നത്. നാഷണൽ അവാർഡ് ജേതാവായതിനു ശേഷമാണ് ഫീസിൽ ഒരു വിട്ടുവീഴ്ചയും പ്രിയാമണി അധികം ചെയ്യാത്തതെന്നുള്ള ഒരു പരക്കെ സംസാരം ഉണ്ട്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നറിയില്ല. പിന്നെ പോരാത്തതിന് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറും കൂടിയാണ്. എല്ലാ ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട്. ബോളിവുഡിൽ ഷാറുഖ് ഖാൻ്റെ കൂടെ തന്നെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഈ പാലക്കാട് നിന്ന് വണ്ടി കയറി കൊച്ചി എത്തി, കൊച്ചി നിന്ന് വണ്ടി കയറി ഇപ്പോൾ ലോകം മൊത്തം അറിയുന്നു. അതുപോലെ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന അമല പോളാണ്. 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് അമല പോളും വാങ്ങുന്നത്. ഇപ്പോൾ ഗസ്റ്റ് റോളൊക്കെ ആണെങ്കിൽ 25 ലക്ഷം രൂപയാണ് അമല പോൾ വാങ്ങുന്നത്. അതായത് ഇത്ര സീൻ ഉണ്ടെങ്കിൽ ഇത്ര രൂപ. 6ാം സ്ഥാനത്ത് നിൽക്കുന്ന നിത്യ മേനോനാണ്. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നിത്യ മേനോൻ വാങ്ങുന്നത്. ക്യാരക്ടർ റോള് പറഞ്ഞ നിത്യ മേനോൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹം കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുന്നത് തെലുങ്ക് സിനിമയിലാണ്. കാരണം തെലുങ്ക് സിനിമയിൽ അവർക്ക് മാർക്കറ്റും ഉണ്ട്. നല്ല ക്യാരക്ടർ റോളൊക്കെ ഉണ്ടെങ്കിൽ നിത്യ മേനോൻ്റെ അടുത്ത് മാത്രമേ പോവാറുള്ളൂ. ഷെയർ വേറെയുണ്ട് കേട്ടോളൂ. പിന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന നസ്രിയ നസീമാണ്. 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണ് നസ്രിയ നസീം വാങ്ങുന്നത്. അതൊരു ശമ്പളമായിട്ടല്ല വാങ്ങുന്നത്, പടത്തിൻ്റെ ഷെയർ ആയിട്ടാണ് വാങ്ങുന്നത്. എനിക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നസ്രിയ നസീം ആ ക്യാരക്ടർ ചെയ്യാനുള്ളൂ. മികച്ച തിരക്കഥയുള്ളത് കൊണ്ടാണ് നസ്രിയ നസീമിന് ഇത്രയും മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് കീർത്തി സുരേഷാണ്. 3ാം സ്ഥാനത്ത് നിൽക്കണ പോലെ തന്നെ 3 കോടി രൂപയാണ് കീർത്തി സുരേഷ് ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത്. ഇഷ്ടക്കണക്കിന് ഫാൻസാണ് കീർത്തി സുരേഷിന്. അതേപോലെ തന്നെ എയ്റ്റേഴ്സും നല്ല കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇത്ര എയ്റ്റേഴ്സ് അവർക്ക് ഉണ്ടാവണമെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. ആസ്തിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കണം മഞ്ജു വാര്യറാണ്. മറ്റുള്ള നായികമാരെക്കാട്ടിലും കുറവ് ശമ്പളമാണ് മഞ്ജു വാര്യർ വാങ്ങാറുള്ളൂ. 75 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് മഞ്ജു വാര്യർ വാങ്ങുന്ന ഫീസ്. എമ്പുരാനിൽ ഇതേപോലെ 1.5 കോടി രൂപയും വാങ്ങി 250 കോടിൻ്റെ ഷെയറും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ആസ്തിയുടെ വലുപ്പം വളരെ കൂടുതലാണ്. കുറേ പേർക്ക് അവർ സ്പോൺസറിങ്ങും ചെയ്യാറുണ്ട്. എൻ്റെ ഒരു കസിൻ കുച്ചിപ്പുടി ആർട്ടിസ്റ്റാണ്. അവനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യറാണ്. പിന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം നയൻതാരയാണ്. 2 കോടി രൂപ മുതലാണ് അവരുടെ സ്റ്റാർട്ടിങ് ഫീസ്. 5 കോടി രൂപയാണ് ഇപ്പോൾ പലപ്പോഴും വാങ്ങുന്നത്. റൗഡി പിക്ചേഴ്സ് തുടങ്ങിയതിന് ശേഷം സിനിമകളൊക്കെ ഹിറ്റായതും കൊണ്ട് ഇപ്പോൾ അവരുടെ ആസ്തി 200 കോടി രൂപയാണ്.